മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തിയറീസ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ക്ലാസിക്കൽ തിയറീസ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കി. അപ്പോൾ അതിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, ഒപ്പം തന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് തിയറി, ഈ 3 തിയറീസാണ് ക്ലാസിക്കൽ തിയറീസ് എന്ന് അറിയപ്പെടുന്നത് മാനേജ്മെൻറ്റിൽ. അപ്പോൾ നമ്മളിതിൽ രണ്ടാമത്തെ ഒരു ടൈപ്പ് തിയറി നമ്മൾ നോക്കുകയാണ്, അതായത് നിയോ ക്ലാസിക്കൽ തിയറീസാണ് നമ്മൾ നോക്കുക. അപ്പോൾ നിയോ ക്ലാസിക്കൽ തിയറീസിൽ ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടത് ജോർജ് എൽട്ടൺ മേയോ വാസ് കൺസിഡേർഡ് ആസ് ദി ഫൗണ്ടർ ഓഫ് നിയോ ക്ലാസിക്കൽ തിയറി. ഇപ്പോൾ നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്, അതിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഈ ജോർജ് എൽട്ടൺ മേയോ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്. ദ നിയോ ക്ലാസിക്കൽ തിയറി ഈസ് ദി എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ക്ലാസിക്കൽ തിയറി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കണ്ട ക്ലാസിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നിയോ ക്ലാസിക്കൽ തിയറിക്ക് ജോർജ് എൽട്ടൺ മേയോ രൂപം കൊടുത്തത്. വേർ ഇൻ ദ ബിഹേവിയറൽ സയൻസ് ഗെറ്റ് ഇൻക്ലൂഡഡ് ഇൻ ടു ദ മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റിലേക്ക് ബിഹേവിയറൽ സയൻസ് കൂടി, അതായത് ഹ്യൂമൻ ബിഹേവിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാനേജ്മെൻറ്റ് തിയറിയെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുകയാണ് എൽട്ടൺ മേയോ ഇവിടെ ചെയ്തത്. ക്ലാസിക്കൽ തിയറി ഈസ് ഫോക്കസ്ഡ് മോർ ഓൺ സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് ദി വർക്കർ. അപ്പോൾ നമ്മൾ കണ്ടു ക്ലാസിക്കൽ തിയറീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അത് കൂടുതൽ ഫോക്കസ് ചെയ്തത് വർക്കും അതോടൊപ്പം തന്നെ സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊപ്പം തന്നെ കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ടും ക്ലാസിക്കൽ തിയറീസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് നമ്മൾ ക്ലാസിക്കൽ തിയറിയിലെ ഹ്യൂമൻ നീഡ്സും മോട്ടിവേഷന് അങ്ങനത്തെ കാര്യങ്ങൾ പ്രാധാന്യം കുറച്ച് കൊടുത്തിരുന്നപ്പോൾ ഇവിടെ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടി. ക്ലാസിക്കൽ തിയറിയിലെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും എത്ര പരമാവധി കൂട്ടാമെന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഓരോരുത്തരുടെയും റോളും റെസ്പോൺസിബിലിറ്റിയൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. അതിൽ തന്നെ തുടരണമെന്ന രീതിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോയി. ഫോർമലായിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമായിട്ട് പാലിക്കുകയും ഡിവിഷൻ ഓഫ് ലേബർ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തൊരു സംവിധാനമായിരുന്നു. പക്ഷേ നമ്മൾ നിയോ ക്ലാസിക്കൽ തിയറിയിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ നീഡ്സ്, അതിൻ്റെ മോട്ടിവേഷന് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതായത് സോഷ്യൽ റിലേഷൻസ്, ആളുകൾ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്, ആളുകൾ തമ്മിലുള്ള പരസ്പരമുള്ള ബിഹേവിയർ, കമ്മ്യൂണിക്കേഷന്, എംപ്ലോയീസിൻ്റെ കൂടെ പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം, ലീഡർഷിപ്പ് സ്റ്റൈലുകൾ, നല്ല തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റൈലുകൾ, അത്തരം കാര്യങ്ങൾ, നല്ലൊരു വർക്ക് എൻവയറമെൻറ്റ്. അപ്പോൾ അങ്ങനെ എംപ്ലോയീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ തിയറിയും നിയോ ക്ലാസിക്കൽ തിയറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് നിയോ ക്ലാസിക്കൽ തിയറി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് വർക്കർ, അതായത് വർക്കേഴ്സിൻ്റെ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ആൻഡ് ഹിസ് റിലേഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, വർക്കേഴ്സിന് അവർ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനിലെ പരസ്പരമുള്ള ബന്ധം, മാനേജ്മെൻറ്റുമായിട്ടുള്ള ബന്ധം, റിലേഷൻസ്, ഇതിനെല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ദ നിയോ ക്ലാസിക്കൽ തിയറി ഈസ് ഓൾസോ കോൾഡ് ബിഹേവിയറൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ എന്നും ഈ നിയോ ക്ലാസിക്കൽ തിയറി അറിയപ്പെടുന്നുണ്ട്. ഓർ ദി ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ താഴെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറി പ്രകാരം ഓർഗനൈസേഷൻ ഈസ് ദി സോഷ്യൽ സിസ്റ്റം. ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ സിസ്റ്റമാണ്, അതായത് സൊസൈറ്റിയുമായിട്ട്, ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ്സ് പെർഫോമൻസ് ഡസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഹ്യൂമൻ ആക്ഷൻസ്. ആളുകളുടെ പ്രവർത്തനം മൂലം അതിൻ്റെ പെർഫോമൻസ് അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡസ് ഗെറ്റ് അഫക്റ്റഡ് ബൈ ദി ഹ്യൂമൻ ആക്ഷൻസ്. നല്ല രീതിയിൽ വർക്കേഴ്സ് ജോലി എടുക്കുകയാണെങ്കിൽ, അവരെ ഹാപ്പി ആക്കിക്കൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സ്ഥാപനം നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുക. എൽട്ടൺ മേയോ വാസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. നമ്മൾ കണ്ടു ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന, നിയോ ക്ലാസിക്കൽ തിയറിയുടെയൊക്കെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന എൽട്ടൺ മേയോ ആണ്. വിച്ച് ലേറ്റർ ബിക്കം ഓർഗനൈസേഷണൽ ബിഹേവിയറായിട്ട് മാറിയ ഒരു ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്, അതിൻ്റെ സ്ഥാപക നേതാവ് എൽട്ടൺ മേയോ ആയിരുന്നു. ഹി മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദി പീപ്പിൾ ഹു വെയർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ എൽട്ടൺ മേയോ കൂടുതലും ഫോക്കസ് ചെയ്തത് അവിടെ ജോലി ചെയ്യുന്ന പീപ്പിൾ, അവിടുത്തെ എംപ്ലോയീസിലാണ്. ആൻ ഓർഗനൈസേഷൻ മേ ഹാവ് എ വണ്ടർഫുൾ ബിസിനസ് പ്ലാൻ. ഏതൊരു ഓർഗനൈസേഷനും വേണമെങ്കിൽ വണ്ടർഫുള്ളായിട്ടുള്ള നല്ല തരത്തിലുള്ള ബിസിനസ് പ്ലാൻ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ബട്ട് വിതൗട്ട് എംപ്ലോയീസ് ടു ക്യാരി ഔട്ട് ദാറ്റ് പ്ലാൻ ഇറ്റ് വർത്ത്ലെസ്. പക്ഷേ അത് ക്യാരി ഔട്ട് ചെയ്യാൻ, നടപ്പിലാക്കാൻ വേണ്ടി എംപ്ലോയീസിൻ്റെ സഹകരണം ഇല്ലെങ്കിൽ അത് വർത്ത്ലെസ് ആണ്, അത് ഉപകാരമില്ലാതെ പോകുമെന്നാണ് എൽട്ടൺ മേയോ അഭിപ്രായപ്പെടുന്നത്.
ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് ഹാപ്പി എംപ്ലോയി ഈസ് എ മോർ പ്രൊഡക്റ്റീവ് എംപ്ലോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ്. അതായത് എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള വർക്കിലേർപ്പെടും, പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നിയോ ക്ലാസിക്കൽ തിയറിയിൽ അതിന് പ്രധാനമായിട്ടും 2 തിയറികളാണ് അതിന് ബേസ് ചെയ്തിട്ടുള്ളത്. ഹ്യൂമൻ റിലേഷൻസ് തിയറിയും ഒപ്പം തന്നെ ഹ്യൂമൻ ബിഹേവിയർ തിയറിയും. അപ്പോൾ ആദ്യം നമുക്ക് ഹ്യൂമൻ റിലേഷൻസ് തിയറിയെക്കുറിച്ച് നോക്കാം. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് എമർജ്ഡ് ഇൻ ലേറ്റ് 1930s 1930 ശേഷമായിരുന്നു. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അതിൻ്റെ ഒരു ഔട്ട് ഗ്രോത്ത് അതിന് ശേഷം വന്ന ഒരു തിയറിയാണ് ഈ ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്. ദ ഹ്യൂമൻ റിലേഷൻസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഹ്യൂമൻ റിലേഷൻസ് തിയറി അതിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എൽട്ടൺ മേയോ ആണല്ലേ, ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ഫ്രം 1924 to 1932. അപ്പോൾ 1924 to 1932 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൗത്രോൺ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി. അപ്പോൾ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൗത്രോൺ പ്ലാന്റിൽ നടത്തിയ പരീക്ഷണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറിയുമായിട്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. ദേ എക്സ്പെരിമെൻറ്റഡ് ഇൻ 4 phases. അദ്ദേഹം 4 ഫേസുകൾ 4 ഘട്ടങ്ങളായിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയത്. ആ 4 പരീക്ഷണങ്ങൾ ഇതൊക്കെയായിരുന്നു: ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി ടെസ്റ്റ്, ഇൻ്റർവ്യൂവിംഗ് പ്രോഗ്രാംസ് ആൻഡ് ദ ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള 4 ഘട്ടങ്ങളിലൂടെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി, അത് എഫിഷ്യൻസി, അവരുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിന് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ലൈറ്റിങ്ങും മറ്റും കാര്യങ്ങളും എങ്ങനെയാണ് അതിനെ എഫക്റ്റീവ് ആക്കുന്നത് സഹായിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയാണ് പലതരത്തിലുള്ള ലൈറ്റുകൾ അദ്ദേഹം അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ടിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് അതുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടെത്തി. ദെൻ മറ്റൊരു കാര്യം പറഞ്ഞത് റിലേ അസംബ്ലി ടെസ്റ്റ് ആയിരുന്നു. റിലേ അസംബ്ലി ടെസ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി, അതിന് എങ്ങനെയാണ് വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ ജോലി സാഹചര്യങ്ങൾ അതിൽ മാറ്റം വരുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഉൽപ്പാദനക്ഷമതയിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളതായിരുന്നു അവിടെ നോക്കിയത്. അതായത് പല ആളുകളെയും പല എംപ്ലോയീസിനെയും പല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസിൽ പല രീതിയിലുള്ള ജോലി സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പല ജോലികളായിട്ട് മാറ്റി നിർത്തി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്ക് ബ്രേക്ക് കൊടുക്കൽ, വർക്ക് അവേഴ്സ് എത്രയാണെന്ന് തീരുമാനിച്ച് പേയ്മെൻറ്റ് ഇൻസെൻറ്റീവൊക്കെ കൊടുത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പഠിച്ചു. അതായിരുന്നു റിലേ അസംബ്ലി ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ മറ്റൊരു ടെസ്റ്റ് അദ്ദേഹം നടത്തി. അവിടെ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് ദ എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസിൻ്റെ സെൻറ്റിമെൻറ്റ്സും ആറ്റിറ്റ്യൂഡ്സും അവരുടെ ജോലിയോടുള്ള താല്പര്യം, മനോഭാവം, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. അതുകൂടാതെ ലാസ്റ്റായിട്ട് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു റൂമിൽ കുറേ വർക്കേഴ്സിനെ ഇരുത്തിയിട്ട് അവരുടെ ഇൻ്റർപേഴ്സണൽ പരസ്പരമുള്ള അവരുടെ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ, അത്രയും കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തി. അപ്പോൾ ഇതൊക്കെ നടത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഹിസ് മെയിൻ ഹൈപ്പോത്തിസിസ് ഈസ് ദാറ്റ് റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയി ഷുഡ് ബി ഹ്യൂമാനിസ്റ്റിക് നോട്ട് മെക്കാനിസ്റ്റിക് എന്നുള്ളതാണ്. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധം അത് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം, ഹ്യൂമാനിസ്റ്റിക് ആയിരിക്കണം, അത് യാന്ത്രികമായിരിക്കരുത്, നോട്ട് മെക്കാനിസ്റ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ക്ലാസിക്കൽ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മെക്കാനിസ്റ്റിക് ആയിരുന്നായിരുന്നു. ഹ്യൂമൻ റിലേഷൻസിനോ ഹ്യൂമൻ ബിഹേവിയറിനോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പക്ഷേ ഇവിടെ അത് ഹ്യൂമാനിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഹ്യൂമൻ റിലേഷൻ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തത്. എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ഡിസേർവ് ടു ബി ട്രീറ്റഡ് ആസ് ഇൻഡിവിജ്വൽ. അപ്പോൾ എംപ്ലോയീസ് ജോലിക്കാരാണെങ്കിലും അവരെ ഒരു വ്യക്തികളായിട്ട് പരിഗണിക്കണം, വിത്ത് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്, അന്തസ്സും അഭിമാനമുള്ള വ്യക്തികളായിട്ട് അവരെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ്. റാദർ ദാൻ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ജസ്റ്റ് ഉൽപ്പാദനം നടത്താനുള്ള ഉപകരണങ്ങൾ എന്ന രീതിയിൽ മാത്രമല്ലാതെ അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കേണ്ടതാണ്. ഓർ ഇൻ്റർചേഞ്ചബിൾ എലമെൻറ്റ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ ഉൽപ്പാദന പ്രക്രിയയിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന എലമെൻറ്റുകൾ, ഉപകരണങ്ങളല്ലാതെ അവരെ മാനുഷിക മുഖത്തോടു കൂടി അവരോട് പെരുമാറണം എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ, ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട വശം. ഇനി മറ്റൊരു കാര്യം, നിയോ ക്ലാസിക്കൽ തിയറിയിൽ രണ്ടാമത്തത് ഹ്യൂമൻ ബിഹേവിയർ തിയറിയാണ്. അപ്പോൾ ബിഹേവിയറൽ മാനേജ്മെൻറ്റ് തിയറി സ്റ്റാർട്ടഡ് ഇൻ ദി ഏർലി 20th century, 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. ആൻഡ് അഡ്രസ്സസ് ദ ഓർഗനൈസേഷൻ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെ ഹ്യൂമൻ ബിഹേവിയറിനും അതിൻ്റെ സോഷ്യൽ എലമെൻറ്റ്സിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ആ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ദി അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് അപ്രോച്ച് വ്യൂ മാനേജ്മെൻറ്റ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടുവേഡ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്. ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിയറി പ്രകാരമാണ് അത് ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ, ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്, അതാണ് മാനേജ്മെൻറ്റ്. അതിനെ നയിക്കലാണ്, ഡയറക്റ്റ് ചെയ്യലാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നത്. ഇറ്റ് സ്ട്രെസ്സസ് ദ ഐഡിയ ഓഫ് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. അതായത് മനുഷ്യരാണ് മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഐഡിയയാണ് ഒരു ബേസിൽ.
അതായത് മാനേജ്മെൻറ്റും മനുഷ്യരാണ്, അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സും മനുഷ്യരാണ്. അപ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. മോട്ടിവേഷന്, ആളുകൾക്ക് പ്രചോദനം കൊടുക്കൽ, ഇൻഡിവിജ്വൽ ഡ്രൈവ്സ്, ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ജോലിക്കായിട്ട് പ്രവർത്തിപ്പിക്കൽ, ഗ്രൂപ്പ് റിലേഷൻസ്, ആളുകൾക്കിടയിൽ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ലീഡർഷിപ്പ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, അപ്പോൾ ആളുകൾ തമ്മിലുള്ള പരസ്പര ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സിൽ വരുന്നത്. ആർ സം ഓഫ് ദി റെലവൻറ്റ് ഏരിയാസ് ഓഫ് സ്റ്റഡി. ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു ഹ്യൂമൻ ബിഹേവിയർ തിയറിയിൽ പ്രധാനമായിട്ടും ഒരു പഠന വിഷയമായത്. ആസ് പെർ ദിസ് അപ്രോച്ച് മാനേജർ ഈസ് എ ലീഡർ ആൻഡ് ഹെൻസ് മാനേജ്മെൻറ്റ് ഈസ് സിനോണിമസ് ടു ലീഡർഷിപ്പ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ബിഹേവിയർ തിയറി പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഡർഷിപ്പ് തന്നെയാണ്. മാനേജറാണ് ലീഡർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ലീഡർഷിപ്പ് പകരം മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ഒന്ന് തന്നെയാണ്. ദ ബിഹേവിയറൽ സയൻസ് തിയറി ബിലീവ്സ് ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്, പരസ്പരമുള്ള വർക്കേഴ്സും തമ്മിലുള്ള ബന്ധം, ഒപ്പം തന്നെ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ള ബന്ധം, അതിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. വൈൽ ഹ്യൂമൻ റിലേഷൻസ് കോൺസെൻട്രേറ്റ് ഓൺ മൊറൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി, ബിഹേവിയറൽ സയൻസ് ലൈസ് എംഫസൈസ് ഓൺ ഇൻ്റർപേഴ്സണൽ റോൾസ് ആൻഡ് റിലേഷൻഷിപ്പ്. നമ്മൾ കുറച്ച് മുമ്പായിട്ട് ഹ്യൂമൻ റിലേഷൻസ് ആ ഒരു തിയറിയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് മൊറൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി, ആളുകളുടെ വർക്കേഴ്സിൻ്റെ ആത്മാർത്ഥത, അവരുടെ കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ബിഹേവിയറൽ സയൻസിൽ കൂടുതലായിട്ടും ആളുകൾ തമ്മിലുള്ള ബന്ധം, അത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആക്ഷനാണ് ഒരു സ്ഥാപനത്തിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ഗ്രൂപ്പിലുള്ള അവരുടെ ഇടപെടലുള്ള റിലേഷൻസ്, അവരുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിയോ ക്ലാസിക്കൽ തിയറീസുമായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചു കൊണ്ട് ശ്രമിക്കുക. എല്ലാവരും ഈ ഒരു ക്ലാസ്സിനെ നിങ്ങൾ ലൈക്കൊക്കെ നൽകി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി പരസ്പരം ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും എത്താം. താങ്ക്